ഹായ് ഓൾ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ CGL നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നിങ്ങളോട് പറയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഇല്ലെങ്കിൽ നാളെ ചിലപ്പോൾ നല്ലൊരു പണി കിട്ടിയെന്ന് വരും കേട്ടോ. പണി കിട്ടിയെന്ന് ഉദ്ദേശിച്ചത് കിട്ടിയ പണി ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്, അങ്ങനത്തെ ഒരു പണിയായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ച് കേൾക്കുക, ചെറിയൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ എൻ്റെ ബാക്കിൽ ഒരു നോട്ടീസ് ഉണ്ട്. ഇന്നലെ ഒരു നോർത്ത് ഇന്ത്യയിൽ ഒരു ടെലിഗ്രാം ചാനൽ കിട്ടിയതാണ്. അത് സത്യമാണോ നോക്കണമെന്ന് നോക്കണ്ട, സംഭവം ഇതിൽ പറയുന്നത്രേ ഉള്ളൂ. നോക്കിയേ, 2022 ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആയിട്ട് വ്യൂ ചെയ്യാൻ പറ്റില്ല, എന്തായാലും അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ പറഞ്ഞുതരാം. ഒന്നുമില്ല, 2022 CGL വഴി ക്ലിയർ ചെയ്ത് പോസ്റ്റൽ അസിസ്റ്റൻ്റ് കിട്ടിയ ഒരു കുട്ടി ക്രൂഷ്യൽ ഡേറ്റിനുള്ള EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തത് കൊണ്ട് അയാളുടെ കാൻഡിഡേച്ചർ ക്യാൻസൽ ചെയ്തു എന്ന് പറയും. അതായത് അയാൾ ഫൈനൽ ലിസ്റ്റിൽ വന്നെങ്കിലും പക്ഷേ സർട്ടിഫിക്കറ്റ് ആ ഡേറ്റിൽ അല്ലാത്തത് കൊണ്ട് അയാളുടെ കാൻഡിഡേച്ചർ ക്യാൻസൽ ചെയ്തു. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ജോലി കിട്ടൂല കേട്ടോ. അപ്പം നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉള്ളൂ, കാരണം ഇങ്ങനെ അധികം കാണാറില്ല. പക്ഷേ എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നാളെ കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി കിട്ടി, ആ കിട്ടിയ ജോലി വെറുതെ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഒരു അശ്രദ്ധ കൊണ്ട് മിസ്സായി പോകരുത്. അപ്പോൾ അതിന് വേണ്ട ചില കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ പറയുന്നത് 2022 CGLൻ്റെ കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2022 CGL നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എവിടെടാ, അതിന് ഇതാണ് 2022 CGLൻ്റെ നോട്ടിഫിക്കേഷൻ. അതിൽ ഞാൻ ഇവിടെ ഒന്നും നോക്കുന്നില്ല, താഴെ ഇതിൻ്റെ ഫോർമാറ്റ് ഓഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഭാഗമുണ്ട്. ഒരു മിനിറ്റ്, എവിടെയാണ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ചിലപ്പോൾ പ്രത്യേകിച്ച് ഒരു ജനറൽ കാറ്റഗറി കുട്ടികളാണെങ്കിൽ ഈ വീഡിയോ കാണണമെന്നില്ല കേട്ടോ. നിങ്ങൾക്കല്ല ഈ സർട്ടിഫിക്കറ്റ്, അതേപോലെ SC ST OBC EWS PWD ഇങ്ങനത്തെ റിസർവേഷൻ ബെനിഫിറ്റ് എടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ചിലപ്പോൾ പ്രോസ് ഓഫ് സർട്ടിഫിക്കറ്റ് ആൻഡ് സർട്ടിഫിക്കേഷൻ ആൻഡ് ഫോർമാറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് എന്ന സ്ഥലത്ത് ഇവിടെ കൃത്യമായിട്ട് എവിടെയാണ് ഇനിയും പോയാൽ ഓക്കെ നോക്കിയേ, ഇവിടെ പറയുന്നുണ്ടായിരുന്നു 2022 CGL നോട്ടിഫിക്കേഷൻ ഞാൻ പറയുന്നത് കേട്ടോ. ക്രൂഷ്യൽ ഡേറ്റ് ഫോർ ക്ലെയിം ഓഫ് SC ST OBC EWS PWD സ്റ്റാറ്റസ് ഓർ എനി അതർ ബെനിഫിറ്റ് വിത്ത് ഫീ കൺസെഷൻ റിസർവേഷൻ ഒക്കെ പോട്ടെ, വിൽ ബി ക്ലോസിംഗ് ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കൻസ് ദാറ്റ് ഈസ് 8. അതായത് അന്നത്തെ നമ്മുടെ CGL നോട്ടിഫിക്കേഷൻ വന്നത് ഒരു സെപ്റ്റംബർ മാസത്തിലായിരുന്നു. ഒക്ടോബർ 8 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ആ ലാസ്റ്റ് ഡേറ്റിൻ്റെ ഉള്ളിൽ ഈ സർട്ടിഫിക്കറ്റ് വേണം എന്നാണ് കൃത്യമായിട്ട് ഇതിൽ പറയുന്നത്, ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നത് കേട്ടോ. പിന്നെന്താണ്, ക്രീമി ലെയർ ആവരുത് കേട്ടോ. OBC തന്നെ ക്രീമി ലെയർ ആണെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറിയിലാണ് പെടുക. നോൺ ക്രീമി ലെയർ, അതായത് ഒരു വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ഇത്ര ലക്ഷത്തിൻ്റെ മുകളിൽ വരുമാനമുള്ള ആൾക്കാർ ക്രീമി ലെയർ ആണ്, അവരെന്ത് ചെയ്യുക, അവർക്ക് OBC ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. നോൺ ക്രീമി ലെയർ, പക്ഷേ SC ST അങ്ങനത്തെ നോൺ ക്രീമി ലെയർ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇത്ര മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു കുട്ടിയുടെ കാൻഡിഡേച്ചർ ക്യാൻസൽ ചെയ്തത്. അതായത് ഈ കുട്ടിക്ക് ഈ ഓഗസ്റ്റ് 8 അടുത്ത വർഷം ജനുവരിയിലെ സർട്ടിഫിക്കറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് ഇയാൾ EWS ആണ്, അതുകൊണ്ട് ഇയാൾ EWS കാറ്റഗറി അല്ല എന്ന് പറഞ്ഞിട്ട് അയാളുടെ കാൻഡിഡേച്ചർ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് 2022 നോട്ടിഫിക്കേഷനാണ്. 2025 ഒരു മിനിറ്റ് 2026 നമ്മളിപ്പോൾ വന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതിലും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. നോക്കിയേ, എവിടെയാ 6.3 ദ കാൻഡിഡേറ്റ്സ് 6.3 അല്ല 6. ക്രൂഷ്യൽ ഡേറ്റ് ഇവിടെ അതന്നെ പറയുന്നുണ്ട്, വേർ നോട്ട് സ്പെസിഫൈഡ് അതർവൈസ് വിൽ ബി ദ ക്ലോസിംഗ് ഡേറ്റ് ഓർ റിസീപ്റ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ. അത് ഇവിടെയും പറയുന്നുണ്ട്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കൻസ് ആണ്. അത് നമുക്കറിയാം, നമുക്ക് അടുത്ത മാസം 22 ലാസ്റ്റ് ഡേറ്റ് അല്ലേ. അപ്പോൾ ആ 22 ഉള്ളിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് വേണം. അതായത് ആ 22 ആ നോട്ടിഫിക്കേഷൻ പീരീഡിൽ വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ്. അതായത് നമ്മുടെ ഇതിലൊക്കെ ചെക്ക് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഈ നോട്ടിഫിക്കേഷൻ ഈ എക്സാം വിളിച്ച ഒരു സമയമുണ്ട്. ഈ എക്സാം വിളിച്ച സമയത്ത് നിങ്ങൾ ഈ കാറ്റഗറിയാണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് ഇവിടെ വേണ്ടത്. അതിനാണ് കറക്റ്റ് സമയത്ത് തന്നെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയും. പല ആൾക്കാരും ചോദിക്കാണ്ട് എപ്പോൾ കൊടുത്താൽ എന്താ OBC അല്ലേ SC ST അല്ലേ EWS അല്ലേ എന്ന് പറയാനുണ്ട്. ഇല്ല, ഈ കാറ്റഗറി മാറും കേട്ടോ. നാളെ നിങ്ങളുടെ പേരൻസിന് നല്ല വരുമാനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ OBCന്ന് ക്രീമി ലെയർ പോകും. അപ്പോൾ നിങ്ങൾ നോൺ ക്രീമി, അതുപോലെ EWS വരുമാനത്തിനനുസരിച്ചിട്ടാണ് EWS SC ST ഒന്നും മാറാൻ പോകുന്നത്. പക്ഷേ എന്നാലും ചിലപ്പോൾ കാറ്റഗറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. പക്ഷേ ഇവിടെ ഗവൺമെൻറ് നോക്കുന്നത് എന്താ, നിങ്ങൾ ഈ എക്സാം വിളിച്ച സമയത്ത് നിങ്ങൾക്ക് ഈ കാറ്റഗറി ആണോ, ഇതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എക്സാം വിളിച്ചത് ഈ ഒരു മാസമാണ്. ഈ ഒരു മാസത്തിൽ നിങ്ങൾ എന്താണ് ഈ വിളിച്ച സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ OBC കാറ്റഗറി പെട്ട ചിലപ്പോൾ അടുത്തൊരു വർഷം ചിലപ്പോൾ നിങ്ങൾ OBC ഔട്ടായി വരാം. മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ കാര്യം പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സാം ഇത് അധികം പ്രശ്നമാവാറില്ല. വേറെ കാര്യം ഞാൻ പറയാം, ഇന്നേ വരെ ഞാൻ ഈ കണ്ടൊരു എക്സാമ്പിൾ വെച്ച് വേറെ ആരെയും അങ്ങനെ ഇതുവരെ ക്രൂഷ്യൽ ഡേറ്റിന് സബ്മിറ്റ് ചെയ്യാത്തതുകൊണ്ട് ആരെയും അങ്ങനെ പുറത്താക്കിയിട്ടില്ല. പക്ഷേ നമ്മൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മുമ്പ് അവിടെ ഏതെങ്കിലും വൃത്തിയായിട്ട് ഒരു സീനിയർ ഓഫീസർ ഉണ്ടെങ്കിൽ അയാൾ വിചാരിച്ചാൽ വേണമെങ്കിൽ അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറയും. പക്ഷേ ഇവിടെ 2026 വരുമ്പോൾ വേറൊരു കാര്യം കൂടെ എക്സ്ട്രാ പറയുന്നുണ്ട് കേട്ടോ. എന്താണ്, the commission will not insist on candidates producing OBC certificate issued within crucial date. അതായത് കമ്മീഷൻ ആ ഡേറ്റിന് വേണം തന്നെ നിർബന്ധിക്കൂല എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് നമ്മൾ 2022 പറഞ്ഞു ആ ഡേറ്റിനുള്ളത് തന്നെ വേണമെന്ന് പറയുന്നത്. പക്ഷേ 2026 വന്നപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ട്രാ സാധനം വരുന്നുണ്ട്. ദ കാൻഡിഡേച്ചർ ഓഫ് OBC കാൻഡിഡേറ്റ് വിൽ റിമെയിൻ പ്രൊവിഷണൽ സബ്ജക്ട് വെരിഫിക്കേഷൻ ഓഫീസർ ക്ലെയിം ബൈ ദ അപ്പോയിന്റിംഗ് അതോറിറ്റി.
ഒന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ആ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നിർബന്ധിക്കൂല, ആ പറഞ്ഞ ഡേറ്റ് തന്നെ വേണമെന്ന് കമ്മീഷൻ നിർബന്ധിക്കൊന്നുമില്ല. പക്ഷേ അത് പ്രൊഫഷണൽ ആയിട്ട് വെക്കും. എന്നിട്ട് അവരത് വെരിഫൈ ചെയ്തിട്ടാണ് പിന്നെ ഫൈനൽ നിങ്ങളുടെ. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഈ OBC, SC, ST, EWS ഒക്കെ ക്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കുഴപ്പമില്ല, നിങ്ങൾ ജനറൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ വിട്ടേക്കുക. പക്ഷേ ഇങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ് നമ്മുടെ ഈ അടുത്ത എത്രയായിരുന്നു, ഇപ്പോൾ മെയ് അല്ലേ, ജൂൺ 22 മുമ്പായിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുക. സാധാരണഗതിയിൽ നമ്മുടെ സർട്ടിഫിക്കറ്റിന് ഒരു 1 ഇയർ വാലിഡിറ്റി ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്താണ്, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ ഒരു ഓഗസ്റ്റിന് ശേഷം എടുത്ത ഒരാളുകളാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും ഈ ഒരു സർട്ടിഫിക്കറ്റ് ഒരു ഫിനാൻഷ്യൽ ഇയറിലാണ് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഏപ്രിൽ 1 പുതിയ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഏപ്രിൽ 1 ശേഷം നിങ്ങൾ ഏതെങ്കിലും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ SSC ഏതെങ്കിലും പരീക്ഷയ്ക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മതി. അതിന് മുമ്പാണ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മളെപ്പോഴും എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്ത് നിൽക്കാതെ ഒരു സേഫർ സൈഡിൽ നിൽക്കാൻ എപ്പോഴും ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുന്നതാണ് നല്ലത്. നിങ്ങൾ കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് ഇപ്പോൾ ഈ ഏപ്രിൽ 1 ശേഷം നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത മാർച്ച് 31 വരെ നടക്കുന്ന SSC ഏത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് മതി. പല ആൾക്കാരെന്ന് വെച്ചാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ അല്ലെങ്കിൽ ജൂലൈയിൽ ജൂണിൽ എന്നൊക്കെ പറയാറുണ്ട്. അത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ ആണ്, ചിലപ്പോൾ അത് ഇപ്രാവശ്യം ആപ്ലിക്കബിൾ ആകും. അന്നും അങ്ങനെ വലിയ പ്രശ്നമാവില്ല. പക്ഷേ ഏതെങ്കിലും ഒരുത്തം വിചാരിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ 2 പ്രാവശ്യം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നടത്താനെങ്കിലും ചിലപ്പോൾ ആളെ കൊണ്ട് പറ്റും. പക്ഷേ കൃത്യമായിട്ട് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഡേറ്റിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ്റെ ഉള്ളിൽ, അതായത് കാരണം ഏപ്രിൽ 1 മുതൽ ജൂൺ 22 വരെ ഇടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, 2 പ്രാവശ്യം നടത്തിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ വെറുതെ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, സീരിയസ് അല്ലാത്ത ഒരാൾ ഇതൊക്കെ എന്താ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സീരിയസ് ആയിട്ട് SSC പോലത്തെ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ഇത് റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ വെറുതെ എന്ത് ചെയ്യരുത്, നിങ്ങൾ റിസ്ക് എടുക്കാൻ നിൽക്കാതെ കൃത്യമായി സമയത്ത് തന്നെ സാധനം എടുത്തു വെക്കുക. പിന്നെ പല കുട്ടികൾക്കുള്ള സംശയം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ SSCൻ്റെ ഫോർമാറ്റിൽ തന്നെ വേണോ ഓൺലൈനായിട്ട് കിട്ടിയ, പക്ഷേ നിങ്ങൾ വേണ്ടത് ഓൺലൈനായിട്ടൊന്ന് എടുത്തു വെക്കുക. ഓൺലൈനായിട്ടൊന്ന് എടുത്തു, കാരണം ഓൺലൈനായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് തന്നെ അതിൽ പ്രൂഫാണ്. നിങ്ങൾ ആ സമയത്ത് OBC അതിലൊരു പ്രൂഫാണ്. പിന്നെ ആ സമയത്ത് അവരെന്തെങ്കിലും ഓഫ്ലൈനായിട്ടുള്ള ഫോർമാറ്റിൽ തന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താലൂക്കിൽ പോയി കഴിഞ്ഞാൽ തഹസിൽദാർ വേണമെങ്കിൽ ഈ സെയിം സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഓഫ്ലൈൻ ഫോർമാറ്റിലേക്ക് മാറ്റി തരും. പുതിയൊരു സർട്ടിഫിക്കറ്റ് അതിൽ ബാക്ക് ഡേറ്റിൽ അവർ എടുത്ത് തരൂല. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഒരു ഓഫ്ലൈൻ ഫോർമാറ്റിലേക്ക് ചില ആൾക്കാർക്ക് മാറ്റി കൊടുക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് എടുത്താൽ മതി. എന്തായാലും നിങ്ങളുടെ ഒരു പ്രൂഫ് ഉണ്ട്, നിങ്ങൾ ആ ഒരു ക്രൂഷ്യൽ ഡേറ്റിൽ നിങ്ങൾ OBC ആണെന്ന് പറഞ്ഞിട്ട് താലൂക്കിലെ പണ്ടത്തെ പോലെ ഡിജിറ്റൽ സൈനൊക്കെ വെച്ചിട്ട് പുതിയ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് അത് മതി. അതെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എടുത്ത് വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ അടുത്ത ജൂൺ 22 കഴിഞ്ഞിട്ട് എടുത്താലും ചില ആൾക്കാർക്ക് വലിയ പ്രശ്നം വരാറില്ല കേട്ടോ. അങ്ങനെ ജനറലി പ്രശ്നം വരാറില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ കണ്ട നോട്ടീസ് കണ്ട പോലെ ഏതെങ്കിലും ഒരു സീനിയർ വൃത്തിയായിട്ട ഒരാൾ നമ്മുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് വരികയാണെങ്കിൽ നമുക്ക് കിട്ടിയ പണി പോകാൻ അതും മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആരും റിസ്ക് എടുക്കണ്ട. സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഏപ്രിൽ 1 ശേഷം ഒരു സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മതി. അതിന് മുമ്പത്തെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് എടുത്ത് വെക്കുക. എന്തിനാണ് നമ്മൾ വെറുതെ റിസ്ക് എടുക്കുന്നത്? സേഫ് ആയിട്ട് തന്നെ എപ്പോഴും നിൽക്കുക കേട്ടോ. കാരണം ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിലിങ്ങനെ. പക്ഷേ പിന്നെ വേറെ പ്രശ്നമുണ്ട്, ഇവർ വെരിഫൈ ചെയ്യുന്നതാണ് പറയുന്നത്. വെരിഫൈ ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ ഇനി ഈ പറഞ്ഞ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടായാലും മതി കേട്ടോ. ഈ പറഞ്ഞ ഡേറ്റ് നമ്മൾ ഇൻകം വെച്ചിട്ടാണല്ലോ OBC, ക്രീമിലെയർ ആണോ അല്ലെങ്കിൽ EWS ആണോ നോക്കുന്നത്. അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാം. ഇന്ന സമയത്ത് ഇന്ന ഫിനാൻഷ്യൽ ഇയറിൽ എൻ്റെ ഇൻകം സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്, അത് വെച്ചിട്ട് OBC ആണോ EWS ആണോ നമുക്ക് പ്രൂവ് ചെയ്യാം. പക്ഷേ അതൊക്കെ എന്താണ്, അതൊക്കെ കുറച്ച് വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ അങ്ങനെ വെറുതെ നിങ്ങളുടെ ജോലിയൊന്നും കളയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കാൻഡിഡേറ്റ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ സാധനം തന്നെ ചിലപ്പോൾ ഒന്ന് കോടതിയിൽ പോയാൽ ചിലപ്പോൾ തിരിച്ച് കിട്ടുമായിരിക്കാം. പക്ഷേ നമ്മൾ അത്ര വെറുതെ അതിന് പിന്നാലെ നടന്ന് റിസ്ക് എടുക്കണോ? വേണ്ട. ഈ സമയത്ത് ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചാൽ മതി. സർട്ടിഫിക്കറ്റ് എടുക്കാൻ അന്നത്തെ കാലത്ത് ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ അക്ഷയയിൽ പോയാൽ മതി. അക്ഷയ പോയി കഴിഞ്ഞാൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വെച്ച് അവർ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് വിത്തിൻ, അത് ഓൺലൈനാണ്. പണ്ടൊക്കെ നമ്മൾ താലൂക്കിലൊക്കെ പോയിട്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 2-3 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇത്ര ബുദ്ധിമുട്ടില്ലാത്തൊരു പരിപാടിയാണ്. വെറുതെ അതിന് മടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ബുദ്ധിമുട്ട്. നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വെറുതെ എന്ത് ചെയ്യരുത്. അതേത് കേട്ടോ, SC, ST, OBC, EWS, PWD ഇതിനൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ക്രൂഷ്യൽ ഡേറ്റിൽ നിങ്ങൾ ആ കാറ്റഗറി പെടുന്ന ഒരാളാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആയിരുന്നു എന്ന് പോയിട്ട് അവിടെ പോയിട്ട് വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനാണ് നമ്മുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ ഇവർ പറയാനുള്ള കാരണം വെച്ചാൽ 2022 അത് സ്ട്രിക്റ്റ് ആയിരുന്നു. ആ ഒരു കൃത്യമായിട്ട് ഈ പറഞ്ഞതാ ഈ ഒരു സെൻറ്റൻസ് അവിടെ ഉണ്ടായിരുന്നില്ല, 2022 ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ കുട്ടീൻ്റെ അവിടെ ക്യാൻസൽ ചെയ്ത്. ഇവിടെ അങ്ങനെ കൃത്യമായിട്ട് പറയാത്തതുകൊണ്ട് ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, സേഫ് ആയിട്ട് നിൽക്കണം. ഒരു സേഫർ സൈഡിൽ നിൽക്കാൻ വേണ്ടി ഏറ്റവും ബെറ്റർ എന്താ, വേറെ പിന്നെ നമ്മൾ അത് ചെയ്യണോ അങ്ങനെയാണോ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. കൃത്യമായിട്ട് ഈ ഒരു പറഞ്ഞ ഡേറ്റിനോ ഏപ്രിൽ 1 to ജൂൺ 22 ഇടയിൽ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഇയറിലോട്ട് SSC നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും, CGL മാത്രമല്ല, CGL, CHL, MTS, നിങ്ങൾ ഇനി സെലക്ഷൻ പോസ്റ്റ്, അതുപോലെ തന്നെ സെലക്ഷൻ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി അതെടുത്ത് കഴിഞ്ഞാൽ സെലക്ഷൻ പോസ്റ്റിന് അപ്ലിക്കബിൾ ആണെന്ന് അറിയില്ല. പക്ഷേ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നു CGL, CHL, MTS ഒക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. CPO പോലത്തെ പരീക്ഷകളൊക്കെ, GD പരീക്ഷകളൊക്കെ ഈ വർഷം ലാസ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ തയ്യാറെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ എടുത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഓക്കെ, അപ്പോൾ ഈ കാര്യം പ്രത്യേകം എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം, നമ്മളെന്താണ്,
നമ്മുടെ ഫിനിക്സ് ബാച്ച് അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാം. ഫിനിക്സ് ബാച്ച് നമ്മളിപ്പോൾ ജൂൺ 1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പരീക്ഷകൾക്കൊക്കെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടില്ല ഫിനിക്സ് ബാച്ച്. ഇതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഒക്കെ നമ്മുടെ ചാനൽ കൊടുത്തിട്ടുണ്ട്. 100 days കൊണ്ട് CGL വേണ്ട, CGL CSL, CGL മാത്രമല്ല CHL കേട്ടോ, CGL CSL കുറേ സിലബസ് ആണ്. ഈ 2 പരീക്ഷയ്ക്ക് സീരിയസ് ആയിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ 100 days കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന 430+ ക്ലാസ്സുകളും അതിൻ്റെ അപ്പുറത്തോട്ട് 100+ മെറ്റീരിയലും കാര്യങ്ങളും ഡൗട്ട് ക്ലിയർ സെഷനും എല്ലാം കൂടി ഉൾപ്പെടുന്ന 100 days കൊണ്ട് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന കോഴ്സാണ് ഫിനിക്സ് ബാച്ച്. അതിലിപ്പോൾ നമ്മുടെ പെരുന്നാളാണ്, മറ്റന്നാൾ പെരുന്നാൾ എന്താണ് പ്രമാണിച്ച് ഒരു 500 രൂപേൻ്റെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏർലി ബേർഡ് ഓഫറൊക്കെ തീർന്നു, പക്ഷേ ഇതിൻ്റെ ഓഫർ 500 രൂപേൻ്റെ ഓഫർ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ജസ്റ്റ് കൂടെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് കാര്യം സീരിയസ് ആയിട്ട് എടുക്കുക, തമാശയായിട്ട് കാണരുത് കേട്ടോ. നാളെ ജോലി കിട്ടി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് നിങ്ങളെല്ലാം എൻജോയ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ എത്തുമ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ കാൻഡിഡേറ്റ് ക്യാൻസൽ പറഞ്ഞില്ല. ഒരു ചെറിയൊരു ഇപ്പം ഞാനൊക്കെ പണ്ടൊക്കെ ഡോക്യുമെന്റ് എടുക്കുന്ന സമയത്ത് നമ്മളൊരു 4-5 ആൾക്കാരുണ്ടാവും, അവരെടുത്ത് പോയിട്ട് ഓരോ ചിലപ്പോൾ നമ്മൾ പോകുന്നത് ഒരു വൃത്തിയായിട്ട് ചോറ പിടിച്ചൊരു മനുഷ്യൻ്റെ അടുത്തായിരിക്കും. അയാൾ നമ്മളിട്ട് അങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കും, വെറുതെ ഓരോന്ന് ചോദിച്ചു പോയി. എന്നാൽ ചില ആൾക്കാർ പോകുമ്പോഴോ അവർക്ക് കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നവർ വെരിഫൈ ചെയ്ത് പോകുന്നതിൻ്റെ അപ്പുറത്ത്. അപ്പോൾ ഓരോ മനുഷ്യന്മാരാണ്, ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഓരോരുത്തരുടെ മെൻറ്റാലിറ്റി അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ വെറുതെ പോയിട്ട് നമ്മളായിട്ടൊരു അയാൾക്ക് പണി തരാൻ വേണ്ടി ഒരു അവസരം നമ്മൾ ഇട്ട് കൊടുക്കാതിരിക്കുക. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ സമയത്തുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ റെഡിയാക്കി കയ്യിൽ വെക്കുക. അതിലൊരു ബുദ്ധിമുട്ടില്ല. വെറും ഒരു ദിവസം നിങ്ങളൊരു ദിവസം വേണ്ട, ഒരു ഹാഫ് ഡേ നിങ്ങൾ ഇതിന് വേണ്ടി മാറ്റി വെച്ചാൽ നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും അവർ തരും. നാളെ റാങ്ക് ലിസ്റ്റ് കയറിയ ശേഷം പിന്നെ ഒരു ദുഃഖിക്കേണ്ട അവസ്ഥ വരരുത്. പക്ഷേ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചോളൂ. നിങ്ങൾക്ക് അതിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്കില്ല. ബാക്കിയുള്ളവർ സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് റെഡിയാക്കുക. സർട്ടിഫിക്കറ്റ് റെഡിയാക്കുക. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം വരെ നമ്മൾ കണ്ടില്ല, കഴിഞ്ഞ 2 വർഷം UPSC വരെ OBCൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾക്കാണ്. അപ്പോൾ OBC സർട്ടിഫിക്കറ്റ് EWS കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ കൃത്യമായിട്ട് നോക്കും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക. അതുപോലെ തന്നെ EWS ഒക്കെ നിങ്ങൾ പറഞ്ഞ ക്രൈറ്റീരിയൻ്റെ ഉള്ളിലാണെങ്കിൽ മാത്രം നിങ്ങൾ EWS അപ്ലൈ ചെയ്യാനൊക്കെ പോകട്ടോ. വെറുതെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഉണ്ട്, നാളെ അത് വെറുതെ കാൻഡിഡേറ്റ് ക്യാൻസൽ ആക്കുന്ന ഒരു ബുദ്ധിമുട്ടിലേക്ക് വരരുത്. OBC കൃത്യമായിട്ട് നോക്കും. OBC ഒക്കെ പല ആൾക്കാർക്കും പല ഡൗട്ടും ഉണ്ട്. എങ്ങനെയാണ് എനിക്ക് 8 ലക്ഷമാണ് ലിമിറ്റ്, 8 ലക്ഷത്തിന് നിങ്ങളുടെ ഇൻകം അല്ല കേട്ടോ നോക്കും. OBC സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങളുടെ പേരൻസിൻ്റെ ഇൻകാണ് നോക്കും. അതന്നെ പേരൻസിൻ്റെ എന്താണ് ഗവൺമെൻറ് ജോലിക്കാണെങ്കിൽ ആ ഇൻകം നോക്കൂല. അതന്നെ എനിക്കൊന്ന് ഗ്രൂപ്പ് A കാറ്റഗറി ഒക്കെയാണ്. 40 വയസ്സിൻ്റെ ഉള്ളിൽ ഗ്രൂപ്പ് A കാറ്റഗറിയിൽ ജോലി കയറിയ ഒരാളാണെങ്കിൽ അയാളുടെ മക്കൾക്ക് ഉണ്ടാവില്ല OBC റിസർവേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ 40 വയസ്സ് കഴിഞ്ഞിട്ട് അങ്ങനെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഞാൻ പറയുന്ന എല്ലാം 100% നിങ്ങൾ എടുക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് നെറ്റിൽ തപ്പി നോക്കുക. കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഏത് കാറ്റഗറിയാണ് OBC നോൺ ക്രീമി ലെയറിൽ പെടുക. അപ്പോൾ നിങ്ങളുടെ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ആ സാലറി ഒന്നും വരില്ല കേട്ടോ. അതർ ദാൻ ആ ഇൻകം വേറെ എന്തെങ്കിലും ഇൻകം നിങ്ങൾക്ക് 8 ലക്ഷത്തിൻ്റെ മുകളിൽ, 8 ലക്ഷം തോന്നുന്നു ലിമിറ്റ്, 8 ലക്ഷത്തിൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രീമി ലെയർ ആയിരിക്കും. അതിന് താഴെയാണെങ്കിൽ നിങ്ങൾ നോൺ ക്രീമി ലെയർ ആണ്. നിങ്ങൾ നോൺ ക്രീമി ലെയർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ OBC റിസർവേഷൻ എലിജിബിൾ. അത് പോസ്റ്റുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഏജ് റിലാക്സേഷൻ ആയിക്കോട്ടെ. ഇപ്പോൾ നമുക്കറിയാം OBC കാൻഡിഡേറ്റ്സിനൊക്കെ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. അപ്പോൾ പിന്നെ ഇതില്ലാത്ത ആളുകൾ വെറുതെ പോയിട്ട് OBC കൊടുക്കാതിരിക്കുക. നിങ്ങൾ ജനറലായിട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. നാളെ അത് കൊടുത്തതിന് ശേഷം പിന്നെ എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. വൺസ് നിങ്ങൾ OBC എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നാളെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടി വരും. കാരണം എവിടെയെങ്കിലും നിങ്ങൾ OBC ബെനിഫിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. OBC കട്ട് ഓഫ് കുറച്ച് കുറവായിരിക്കും. ആ കട്ട് ഓഫിലൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്തെങ്കിൽ പിന്നെ എന്തായാലും നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെറുതെ നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഡാറ്റാസും കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് നിങ്ങളുടെ പേര്, അച്ഛൻ്റെ പേര്, അമ്മേൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ വളരെ സൂക്ഷിച്ചും കണ്ടൊക്കെ ഫില്ല് ചെയ്തോളൂ കേട്ടോ. 1 ടൈം രജിസ്ട്രേഷൻ, പുതിയ ആൾക്കാർ 1 ടൈം രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ സൂക്ഷിച്ചും കണ്ട് ചെയ്തോളൂ. ഇതിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ട് പിന്നെ നാളെ നിങ്ങൾ എന്ത് നല്ല മാർക്ക് വാങ്ങിയിട്ടും കാര്യമില്ല. നിങ്ങളുടെ പേരൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് അവിടെ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പോലും പറ്റില്ല. പിന്നെ അല്ല ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കേട്ടോ. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള പേരും നിങ്ങളുടെ ഇതിലുള്ള പേരും വ്യത്യാസമാണ്. പിന്നെ പരീക്ഷ എഴുതാൻ തന്നെ പറ്റില്ല. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾ ഔട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നോക്കി കണ്ട് സൂക്ഷിച്ച് കണ്ടൊക്കെ ഫില്ല് ചെയ്യാട്ടോ. ഈ നിങ്ങൾ OBC സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോഴാണെങ്കിൽ നിങ്ങൾ അക്ഷയയിലൊക്കെ പോയിട്ട് എടുത്തോ. പക്ഷേ നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സ്വന്തം ചെയ്താൽ മതി. നിങ്ങൾക്ക് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈറ്റ് കയറി കഴിഞ്ഞാൽ എന്താണ് വേണ്ടത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന ഡാറ്റാസ് മാത്രമല്ല. എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ നമ്മുടെ SSC മലയാളം ടെലഗ്രാം ഗ്രൂപ്പ് കാര്യങ്ങൾ അതിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹായിക്കാൻ ഒരുപാട് പേര് അവിടെ നിങ്ങളെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോക്കി കണ്ടൊക്കെ ഫില്ല് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിലും ഈ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലും ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക. കാരണം നാളെ ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളായിട്ട് വരും. നിങ്ങൾ പഠിച്ച് ചിലപ്പോൾ നല്ല മാർക്ക്, നല്ല പോസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടാകും, പക്ഷേ ജോലി കയറാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും കേട്ടോ. അപ്പോൾ അത് സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ഇടുകയാണെങ്കിൽ നമ്മൾ അറിയുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മൾ അതിൻ്റെ റിപ്ലൈ മാക്സിമം തരാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.